ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിക്കെതിരെ ആക്ഷേപവും ആരോപണങ്ങളും ഉന്നയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗമായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരനെ പാർട്ടി താക്കീത് ചെയ്തു. ജോർജി ഇടപെട്ട് കിഫ്ബി റോഡ് നിർമ്മാണത്തിൽ ഓടയുടെ ഗതി മാറ്റിച്ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് ഓടയുടെ നിർമ്മാണത്തിന്റെ ഗതി മാറ്റിച്ചതെന്നും റോഡ് കയ്യേറിയെന്നും കോൺഗ്രസുകാരുടെ പക്ഷം ചേർന്നാണ് ആരോപണം ഉന്നയിച്ചത്. ഈ സംഭവം ഒട്ടേറെ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. പ്രത്യേകിച്ച് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ജോർജിയെയും കുടുംബത്തെയും ബാധിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ സ്റ്റേഡിയത്തിന് സമീപമുള്ള ജോർജിയുടെ കെട്ടിടം അതൊരു വ്യാപാര സമുച്ചയമാണ്. അത് സംരക്ഷിക്കാൻ സംസ്ഥാന പാതയുടെ ഓടയുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയതായി കോൺഗ്രസ്സാണ് ആദ്യം ആരോപണമായി രംഗത്ത് വന്നത്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു. അവരോടൊപ്പം ചേർന്നാണ് ശ്രീധരനും ആരോപണം ഉന്നയിച്ചത്. 12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ ഓട നിർമ്മാണത്തിൻ്റെ ഗതി മാറ്റിയാൽ റോഡിൻ്റെ വീതി കുറയുമെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത്. 40 കോടി രൂപ ചെലവിട്ടാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം നടക്കുന്നത്. അതേസമയം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. ജോർജിയുടെ സ്ഥലം റോഡിന് വിട്ടുകൊടുത്തതല്ലാതെ കയ്യേറിയില്ല. റോഡ് അളന്ന് വ്യക്തത വരുത്തണമെന്ന കോൺഗ്രസിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് റോഡ് അളക്കാനുള്ള ശ്രമത്തെ തുടർന്ന് കോൺഗ്രസ് സംഘർഷം സൃഷ്ടിച്ചു. അതേ തുടർന്ന് ഹർത്താൽ വരെ നടത്തി. മന്ത്രിയുടെ ഭർത്താവിൻ്റെ ഗുണ്ടായിസം അനുവദിക്കില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് അളക്കുന്നതിനുള്ള നീക്കം തടഞ്ഞു. കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്ന് 3 മീറ്ററോളം റോഡിലേക്ക് ഇറക്കി ഭൂമി കയ്യേറി ഓട വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. റോഡ് അളന്നപ്പോൾ അവർ എളിഫ്യരായി. ജോർജി നേരത്തെ ആരോപിച്ചതുപോലെ ജോർജിയുടെ ഭൂമിയിൽ കയ്യേറ്റമില്ലെന്നും കോൺഗ്രസ് പാർട്ടി ഓഫീസിനാണ് സ്ഥലം കയ്യേറിയതെന്നും തെളിഞ്ഞു. അതായത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് റോഡിൻ്റെ എതിർവശത്താണ് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് നിൽക്കുന്നത്. ആ പാർട്ടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം കയ്യേറിയതാണ്. അതിൻ്റെ പകുതിയും കയ്യേറിയാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും റോഡ് നിർമ്മാണത്തിൽ ആ പാർട്ടി ഓഫീസ് പൊളിച്ചു മാറ്റിയേ പറ്റൂ. ആ സ്ഥിതി മറച്ചു വെച്ചാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ നേരെ ആരോപിച്ചതുപോലെ ജോർജിയുടെ ഭൂമിയിൽ കയ്യേറ്റമില്ല. കോൺഗ്രസ് പാർട്ടി ഓഫീസിനാണ് സ്ഥലം കയ്യേറിയതെന്ന് അളവിൽ തെളിഞ്ഞു. കോൺഗ്രസ് ഓഫീസ് പുറമ്പോക്കിലല്ല നിൽക്കുന്നതെങ്കിൽ ഭൂമി അളക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ ഭയന്നത്? തൻ്റെ ഭൂമി ആരും അളക്കുന്നതിനെതിരല്ലെന്നും തൻ്റെ ഭൂമിയിൽ 3 മീറ്ററോളം അധികം സ്ഥലം റോഡിനായി വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും ജോർജി നേരത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ 23.7 മീറ്ററാണ് ഭൂമിയുടെ വീതി വേണ്ടത്. നിലവിൽ 15.5 മീറ്റർ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാരുടെ പക്ഷം ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരനെ വിളിച്ചു വരുത്തിയാണ് പാർട്ടി താക്കീത് ചെയ്തത്. കാര്യമറിയാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാർക്കൊപ്പം കൂടിയ ശ്രീധരനെ പാർട്ടി അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുക്കുകയായിരുന്നു വേണ്ടത്. വീണ ജോർജ് MLA ആയതു മുതൽ തുടങ്ങിയതാണ് ചിലർ ഒറ്റതിരിഞ്ഞും സംഘം ചേർന്നും പൊതുസമൂഹത്തിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ആക്രമിക്കുന്നത്. ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല. മനഃപൂർവ്വം നടത്തുന്ന വ്യക്തിഹത്യയാണ്.